അമ്മയിൽ വീണ്ടും രാജി. പ്രാഥമിക അംഗത്വം രാജിവെച്ച രേവതിയും പത്മപ്രിയയും. നടിമാരായ രേവതിയും പത്മപ്രിയയും സംഘടനയിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. അമ്മയിൽ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലല്ല രാജിയെന്ന് വിശദീകരണം. ഒരു ദശാബ്ദകാലത്തോളം പല ആവശ്യങ്ങൾക്കായി പോരാടി. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മൗനവും അകൽച്ചയുമായിരുന്നു മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടായ രാജികൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമങ്ങളായിരുന്നുവെന്നും നടിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. സംസ്ഥാനത്ത് മറ്റന്നാൾ സ്വകാര്യ ബസ് പണിമുടക്ക്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം സാരമായി കുറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് സമരം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ഡീസലിന് വേണ്ട വരുമാനം പോലും ലഭിക്കുന്നില്ല എന്നാണ് ബസ് ഉടമകളുടെ പരാതി. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ സൂചനാ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ 450-ലധികം സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കുന്നത്. KSRTC ബസ്സുകളിൽ സർവീസ് നടത്താത്ത റൂട്ടുകളിൽ യാത്രക്കാർ ദുരിതത്തിലായി. വിവിധ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കാളികളായി. ഒഴിഞ്ഞ ബസ്സുമായി ആണങ്കൂരിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ടോമിൻ തച്ചങ്കരിക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. വിരമിച്ചതിനു ശേഷവും സ്വകാര്യ കാറിൽ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ച സംഭവത്തിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. താമരശ്ശേരി സ്വദേശി നൽകിയ ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 31-നുള്ളിൽ മറുപടി നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം. നേരത്തെ വാഹന വകുപ്പ് 250 രൂപ പിഴ ഈടാക്കിയിരുന്നു. കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയപ്പോഴായിരുന്നു ഔദ്യോഗിക ചിഹ്നം പ്രദർശിപ്പിച്ച കാർ ഉപയോഗിച്ചത്. പരാതി നേരത്തെ കീഴ്ക്കോടതിയും പോലീസും തള്ളിയിരുന്നു. ചിന്നക്കനാലിലെ വന്യജീവി ആക്രമണത്തിൽ നടപടി. റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച വനം വകുപ്പ്. ചിന്നക്കനാലിലെ വന്യജീവി ആക്രമണത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച വനം വകുപ്പ്. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാണ് പുതിയ RRT പ്രവർത്തിക്കുക. ഹൈറേഞ്ച് സർക്കിളിൽ നിന്ന് 11 ഓഫീസർമാരെ ഉൾപ്പെടുത്തിയാണ് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കി റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചാണ് വനം വകുപ്പ് ഉത്തരവിറക്കിയത്. വന്യജീവി ശല്യം രൂക്ഷമായ ചിന്നക്കനാലിൽ 1 മാസം മുമ്പ് കാട്ടാനാക്രമണത്തിൽ മാരി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം അടിയന്തരമായി രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അരൂരിൽ സ്കൂൾ മതിൽ തകർന്നു വീണു. സമീപത്ത് താമസിച്ചിരുന്ന വയോധിക ദമ്പതികൾക്ക് പരിക്ക്. അരൂർ അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിന്റെ 30 മീറ്ററോളം നീളമുള്ള മതിലാണ് തകർന്നു വീണത്. സ്കൂളിന് സമീപം താമസിക്കുന്ന ഒടിക്കാംപറമ്പിൽ ദാസൻ, ഭാര്യ ശോഭ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് ഇരുവരെയും തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദമ്പതികളെ അടിയന്തര ചികിത്സയ്ക്കായി എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്ന് മതിലിടിയാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. MP ഗോവിന്ദനെതിരെ രാഷ്ട്രീയ വിമർശനവുമായി G സുധാകരൻ. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ നാണമില്ലേ എന്ന് ചോദ്യം. MP ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി CPM മുൻ നേതാവും അമ്പലപ്പുഴ MLA-യുമായ G സുധാകരൻ. വർഗവഞ്ചകനാണെന്ന MP ഗോവിന്ദന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ പാർട്ടിയായാലും വ്യക്തികളായാലും തിരുത്തണമെന്നും അല്ലാത്തവർ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലാകുമെന്നും MP ഗോവിന്ദനെ ഓർപ്പിച്ചു. താൻ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടതോ രാജിവെച്ചതോ അല്ലെന്ന് സുധാകരൻ പറഞ്ഞു. പാർട്ടി അംഗത്വം പുതുക്കാത്തത് വർഗവഞ്ചനയാകുന്നത് എങ്ങനെയാണ്? പാർട്ടിയെപ്പറ്റി താൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ പറയുന്നത് ആർക്കും മനസ്സിലാകില്ല. കേരള സർവകലാശാലയ്ക്ക് ഗുരുതര പിഴവ്. ചോദ്യക്കടലാസിൽ തന്നെ ഉത്തരവും. കേരള സർവകലാശാല ഇന്ന് നടത്തിയ BSc 2ാം സെമസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഗുരുതര പിഴവ്. ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരവും പ്രിന്റ് ചെയ്തു വന്നു. 5ാം ചോദ്യത്തിനൊപ്പമാണ് ഉത്തരവും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സംഭവം പരിശോധിക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. ബോർഡ് ഓഫ് എക്സാമിനേഷനോട് വിശദീകരണം തേടുകയും ചെയ്തു. വയനാട് മെഡിക്കൽ കോളേജിൽ കോടികളുടെ ഉപകരണങ്ങൾ നശിക്കുന്നു. ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന്. മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജിൽ ഉപയോഗിക്കാതെ ഉപേക്ഷിച്ച കോടിക്കണക്കിന് രൂപയുടെ അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങൾ കണ്ടെത്തി. സ്ട്രെച്ചറുകളും വീൽചെയറുകളും തുരുമ്പെടുത്ത നിലയിലും കോവിഡ് സമയത്ത് വാങ്ങിയ 15 ലക്ഷം രൂപയുടെ 4 ഫ്രീസറുകൾ കേടായ നിലയിലുമാണുള്ളത്. 2019-ൽ തുണികൾ കഴുകുന്നതിനായി 40 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ മിഷനും ഏകദേശം 20 ലക്ഷത്തോളം വില വരുന്ന 6 മൊബൈൽ മോർച്ചറി യൂണിറ്റുകളും ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് പിന്നാലെ സ്ഥലത്തെത്തിയ MLA ഉഷാ വിജയൻ അടക്കമുള്ള ജനപ്രതിനിധികൾ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി പരിശോധന നടത്തി.
സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത കേസ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച രണ്ടാമത്തെ യുവതിയും മരിച്ചു. ബംഗാനൂരിൽ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ സ്ത്രീ തിരികെ നൽകാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച രണ്ടാമത്തെ യുവതിയും മരിച്ചു. ബംഗാനൂർ ചാവടിനട സ്വദേശിനി ഐശ്വര്യയാണ് മരിച്ചത്. സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇതേ സ്ഥാപനത്തിലെ ജോലിക്കാരിയായ അഞ്ജു ഇന്നലെ മരിച്ചിരുന്നു. സ്വർണ്ണം വാങ്ങിയ ശേഷം മുങ്ങിയ പനങ്ങോട് സ്വദേശിനിയായ സിന്ധുകുമാരിയെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതി സിന്ധുവിനെതിരെ പോലീസിന് പരാതി പ്രളയമാണ്. ഊരാളുങ്കലിലെ കനത്ത പ്രകടനം. നിയമസഭയിലെ കോടികളുടെ കരാറുകൾ സ്പീക്കർ റദ്ദാക്കി. മുൻ LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കുള്ളിലെ വിവിധ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അനുവദിച്ച കരാറുകളും ഫണ്ടുത്തരവുകളും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കി. പ്രവർത്തികളിൽ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്പീക്കറുടെ അടിയന്തര ഇടപെടൽ. സഭയിലെ ഡൈനിങ് ഹാൾ നവീകരണത്തിനായുള്ള 7.5 കോടി രൂപയുടെ വൻകിട കരാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്.